2016 സ്ട്രോങ്വില്ലെ ഹൊയ്യോ ബ്രൂസ് മെലിൻഡ എന്ന ദമ്പതികൾക്ക് 20 വയസ്സുള്ള അന്ന എന്ന പെൺകുട്ടിയുണ്ട്. 20 വയസ്സുള്ള അന്ന 20 വയസ്സുള്ള ജെഫ് എന്ന പയ്യനുമായി ഇഷ്ടത്തിലായിരുന്നു. ഇത് അന്നയുടെ ഫാമിലിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഇവരെ തമ്മിൽ മാരേജ് കഴിപ്പിക്കാൻ നിൽക്കുമ്പോൾ അന്ന പ്രഗ്നൻ്റ് ആണെന്നും അതൊരു പെൺകുട്ടിയാണെന്നും അന്ന അവളുടെ പേരൻസിനോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ അവർക്ക് സന്തോഷമായി. പക്ഷെ തൻ്റെ മകൾ അന്നയും ജെഫും ഒരു കുഞ്ഞിനെ നോക്കാനുള്ള അളവിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടില്ല എന്നോർത്ത് സങ്കടപ്പെടുന്നു. കാരണം അന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വെയിറ്റ്രസ്സായും ജെഫ് ഒരു സർവീസ് ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് അന്നയുടെ പേരൻസ് അന്നയെയും ജെഫിനെയും തങ്ങളുടെ കൂടെ താമസിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അന്നയോട് ജെഫിനെ വിളിച്ച് അവരുടെ കൂടെ താമസിപ്പിക്കാൻ പറയുകയാണ്. അന്നയും ജെഫും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നതുവരെ അന്നയുടെ പേരൻസിൻ്റെ കൂടെ താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2016 ജൂണിന് അന്നയ്ക്കൊരു പെൺകുട്ടി ജനിക്കുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോഴാണ് അവർ പോലും വിചാരിക്കാത്ത സ്ട്രേഞ്ചായ കാര്യങ്ങൾ അവരുടെ വീട്ടിൽ നടക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ഡ്രെഡ്ഫുൾ ക്രൈം സ്റ്റോറി. ജെഫും അന്നയും അവരുടെ കുഞ്ഞും മാത്രമായിരുന്നു അപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നത്. ജെഫ് കിച്ചണിലിരുന്ന് ഡിന്നർ കഴിക്കുന്നതിനിടെ ബാക്കിലുള്ള വിൻഡോ നോക്കിയപ്പോൾ എന്തോ ഒരു വ്യത്യാസം തോന്നുന്നതായി കണ്ടു. അപ്പോൾ ജെഫ് ജനലിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ 4 സ്ട്രേഞ്ചേഴ്സ് സ്മോക്ക് ചെയ്ത് ഇവരുടെ വീട്ടിലേക്ക് നോക്കുന്നതായി കണ്ടു. ഉടനെ തന്നെ ജെഫ് അന്നയെ വിളിച്ച് കാര്യം പറയുന്നു. അന്ന നോക്കിയപ്പോഴും ആ 4 പേർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അവരത് കാര്യമാക്കിയെടുത്തില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞതും അതിലൊരാൾ അവരുടെ വീട് ലക്ഷ്യമാക്കി വരികയും അവിടെയുള്ള ട്രാമ്പോളിലെ എന്തോ ഒന്ന് ചെയ്യുകയും ചെയ്യുന്നു. ഇത് കണ്ട അന്ന ഉടനെ 911ലേക്ക് വിളിക്കുകയും പോലീസ് വന്നപ്പോഴേക്കും ആ 4 പേർ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് തിരിച്ചു പോവുകയും കുറച്ച് കഴിഞ്ഞ് അന്നയുടെ പാരൻസ് വരികയും അവരോട് നടന്നതെല്ലാം പറയുന്നു. അവർ കുറച്ച് ദിവസം ഇതോർത്ത് പേടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരതെല്ലാം മറന്നു. നവംബർ 2016 അന്നയും അവളുടെ കുഞ്ഞും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. വീടിൻ്റെ ബാക്ക് സൈഡിലെ സ്ലൈഡ് ഡോറിൽ എന്തോ ഒരു ശബ്ദം കേട്ടു. അന്ന വിചാരിച്ചു അത് അവളുടെ ഹസ്ബൻഡോ പാരൻറ്റോ കീ എടുക്കാൻ മറന്നുപോയതുകൊണ്ട് അതെടുക്കാൻ വന്നതായിരിക്കുമെന്ന്. അതുകൊണ്ട് അവൾ കീ എടുത്തിട്ട് വീടിൻ്റെ താഴെ ഇറങ്ങി ബാക്ക് ഡോർ തുറക്കാൻ നോക്കുമ്പോൾ അവൾ ജനാലിലൂടെ ബാക്ക് ഡോർ നോക്കിയപ്പോൾ ആരോ ഒരാൾ ബാക്ക് ഡോറിൻ്റെ അടുത്ത് കൈ ഇങ്ങനെ വെച്ച് നോക്കുന്നതായി കണ്ടു. അവൾ പേടിച്ച് മേലേക്കോടി ഡോർ അടച്ച് 911ലേക്ക് വിളിക്കുന്നു. പോലീസ് വരികയും അവിടെ സെർച്ച് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ അവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി വരികയാണെങ്കിൽ പറയണമെന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്നും പോയി. അന്ന അവളുടെ പേരൻസിനെയും ഹസ്ബൻഡിനെയും വിളിച്ച് നടന്നത് പറയുകയും പേരൻസും ഹസ്ബൻഡും ഉടനെ തന്നെ വീട്ടിലെത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ നടന്നത് സംസാരിക്കുന്നതിനിടെ ഇവർക്കൊരു സംശയം തോന്നുകയാണ്. അത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ 4 സ്ട്രേഞ്ചേഴ്സ് ഇവരുടെ വീട്ടിലേക്ക് നോക്കി നിന്നത് ഓർമ്മ വരികയാണ്. ഇനി അവരായിരിക്കുമോ എന്ന് ചിന്തിക്കുകയാണവർ. പക്ഷെ അവരാര്? അവർക്ക് എന്ത് വേണം? അവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവർ ചിന്തിക്കുകയാണ്. സ്ട്രോങ്വില്ലയിലുള്ളവർക്ക് ഈ ഫാമിലിയെ നന്നായി അറിയാമായിരുന്നു. കാരണം മെലിൻ്റെ ഒരു ടീച്ചറായിരുന്നു. അവിടെയുള്ള ആളുകൾക്ക് മെലിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. കാരണം അന്ന എന്ന മകളല്ലാതെ കൈൽ എന്നൊരു ആൺകുട്ടിയും അവർക്കുണ്ടായിരുന്നു. ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടിയായിരുന്നു കൈൽ. പക്ഷെ അവർ കൈലിനെ നന്നായാണ് വളർത്തിയിരുന്നത്. ഒരു നോർമലായ വ്യക്തിക്ക് എന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുത്താണ് അവർ അവനെ വളർത്തിയിരുന്നത്. അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയുള്ള ഫാമിലിയാണ് ഈ സ്ട്രേഞ്ചേഴ്സിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടാൻ തുടങ്ങിയത്. അങ്ങനെ 2 മാസം കഴിഞ്ഞ് ജാനുവരി 2017 ആ സ്ട്രേഞ്ചേഴ്സും വീണ്ടും വന്നു. വീടിന് പുറത്തുള്ള ബ്രൂസിൻ്റെ കാറ് തകർത്ത് അതിനുള്ളിലെ ലാപ്ടോപ്പ് എടുത്ത് പോകുന്നു. ബ്രൂസ് പോലീസിനെ വിളിക്കുകയും അവർ വന്ന് അവിടെ സെർച്ച് നടത്തുകയും അവർക്കൊന്നും കണ്ടെത്താൻ കഴിയാതെ തിരിച്ചു പോകുന്നു. ജൂലൈ 2017 അന്നയും ജെഫും അവരുടെ കുഞ്ഞും രാത്രി വീട്ടിലിരിക്കുമ്പോൾ അന്ന് വീടിൻ്റെ പുറകിലുള്ള ബാക്ക് യാർഡിൽ അന്ന് എങ്ങനെയാണ് ആ സ്ട്രേഞ്ചേഴ്സ് അവിടെ നിന്നിരുന്നത് അതുപോലെ അവർ വീണ്ടും വന്ന് അങ്ങനെ നിൽക്കുന്നതായി അന്ന കാണുകയും അവൾ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുന്നു. പക്ഷെ അതേ നേരം ജെഫ് ഇന്ന് എന്തായാലും അവരെ പിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. പക്ഷെ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. പോലീസ് അങ്ങനെ വരികയും പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഓഗസ്റ്റ് 2017 വീണ്ടും അവർ വരികയും അതിലെ 2 ആളുകൾ ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നതായി കണ്ടു. അന്ന് ഉടനെ നിലവിളിക്കുകയും അവർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പോലീസിനെ വിളിച്ച് അവർ വന്ന് പഴയതുപോലെ അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ തിരികെ പോകുന്നു. ഒക്ടോബർ 2017 ആ സ്ട്രേഞ്ചേഴ്സ് വരികയും അപ്പോൾ ജെഫ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവൻ ഡോഗിനെ അഴിച്ചുവിടുകയും ആ സ്ട്രേഞ്ചേഴ്സ് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. ജെഫ് പോലീസിനെ വിളിക്കുകയും അവർ വന്ന് സെർച്ച് നടത്തി തിരികെ പോകുന്നു. അങ്ങനെ 4 ദിവസം കഴിഞ്ഞ് അന്ന വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ജെഫും അവരുടെ കുഞ്ഞും പിന്നെ ബ്രൂസും ഡിന്നർ കഴിക്കാൻ പോവുകയും ഡിന്നർ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ബ്രൂസ് കാണുന്നത് മെലിൻ്റെ കിച്ചണിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ്.
35 തവണ കത്തികൊണ്ട് കുത്തിയും 3 തവണ വെടിവെക്കുകയും ചെയ്തിരിക്കുന്നു. ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും വഴി മെലിൻഡ മരിക്കുന്നു. ഇത് ആ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും ചെയ്തതെന്ന് അവർ കരുതുകയാണ്. അങ്ങനെ പോലീസ് ഒരു ടീം വെച്ച് ഈ കേസ് മെലിൻഡ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ഈ കേസ് സോൾവ് ചെയ്യുകയാണ്. ആരാണ് മെലിൻഡയെ കൊന്നതെന്ന് പോലീസ് പറയുമ്പോൾ ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിയാതെ സ്ട്രോങ് വില്ല നഗരം ഷോക്കായി പോവുകയാണ്. സംഭവം നടക്കുന്ന ദിവസം ഒക്ടോബർ 23. ജെഫും അയാളുടെ കുഞ്ഞും പിന്നെ മെലിൻഡയും അവരുടെ മകനും കൈലും മാത്രമായിരുന്നു ആ വീട്ടിൽ. ജെഫ് കുഞ്ഞിനെ താഴെ ഇറക്കി കിച്ചണിൽ പോയി മെലിൻഡയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഇത് നടക്കുമ്പോൾ കൈൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ കൈലിന് തൻ്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. ജെഫ് കത്തിയും തോക്കും അവൻ്റെ കാറിൻ്റെ ഡിക്കിയിലിട്ട് ഒന്നും അറിയാത്ത പോലെ കൈലിനെ അവിടെ ഒറ്റയ്ക്കാക്കി കുഞ്ഞിനെ എടുത്ത് ഒന്നും അറിയാത്ത പോലെ റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നർ കഴിക്കുന്നു. തുടക്കത്തിലെ ജെഫിന് മെലിൻഡയെ ഇഷ്ടമല്ലായിരുന്നു. ഭയങ്കര വെറുപ്പായിരുന്നു. ആ വീട്ടിലേക്ക് വന്നത് തന്നെ മെലിൻഡയെ കൊലപ്പെടുത്താനായിരുന്നു. നല്ല വ്യക്തമായ പ്ലാനിങ്ങിലൂടെയാണ് ജെഫ് മെലിൻഡയെ കൊലപ്പെടുത്തിയത്. അതിന് തൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടുപിടിച്ചു. ജെഫ് പറഞ്ഞ പ്രകാരമാണ് അവൻ്റെ ഫ്രണ്ട്സ് സ്ട്രേഞ്ചേഴ്സിൻ്റെ പോലെ വന്ന് അങ്ങനെയെല്ലാം ചെയ്തത്. കാരണം ഇങ്ങനെ ചെയ്താൽ ജെഫ് മെലിൻഡയെ കൊലപ്പെടുത്തിയാലും അത് ചെയ്തത് ആ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കുമെന്ന് കരുതാൻ വേണ്ടിയാണ്. 2 വർഷത്തെ പ്ലാനിംഗ് ആയിരുന്നു. അന്നയും ജെഫും കല്യാണം കഴിക്കാൻ നിൽക്കുന്നതിനിടെ ജെഫിന് വിചാരിച്ച പോലെ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇത് അന്നയുടെ അമ്മ മനസ്സിലാക്കുകയും മെലിൻഡ ജെഫിനോട് ഈ കാര്യം ചോദിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം മെലിൻഡ അന്നയോട് പറയുമോ എന്ന് ജെഫ് കരുതുകയും അതുകൊണ്ട് ഇനിയും ഇവരെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ പോലീസ് ജെഫിൻ്റെ കാറിൽ നിന്നും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും തോക്കും കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ജെഫ് കുറ്റം സമ്മതിക്കുകയും കോടതി ജെഫിന് ജീവപര്യന്ത ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു. 33 വർഷം കഴിഞ്ഞാൽ മാത്രമേ പരോളിന് പോലും അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ.